മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ കെ രാഗേഷിനെ പുകഴ്ത്തിയ തന്റെ സമൂഹമാധ്യമ പോസ്റ്റിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടിയുമായി IAS ഉദ്യോഗസ്ഥ ദിവ്യ എസ് അയ്യർ. നന്മയുള്ളവരെക്കുറിച്ച് നാലാളോട് പറയാൻ പ്രയാസം വേണ്ടെന്ന് ദിവ്യ എസ് അയ്യർ പറയുന്നു. കുട്ടിക്കാലത്ത് ഇങ്ങനെ നല്ല വാക്കുകൾ മാത്രം പറയുക, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക, ആരെയും അധിക്ഷേപിക്കരുത്, നാലാളുടെ മുന്നിൽ വെച്ച് ആരെയും അപമാനിക്കരുത്, നമ്മൾ കാരണം ആരും ഒരു മനുഷ്യനും വേദനിക്കരുത്, മുതിർന്നവരെ എപ്പോഴും ആദരപൂർവ്വം വേണം നോക്കിക്കാണുവാനും ബഹുമാനപൂർവ്വം വേണം അവരോട് പെരുമാറുവാനും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ നെഞ്ചിലേറുന്നത് വരെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും അത് പ്രാവർത്തികമാക്കാൻ ഉള്ള ഒരു നിരന്തരമായിട്ടുള്ള ഒരു ശ്രമം അവരുടെ ജീവിത വഴികളിൽ കാണുകയും ചെയ്തിട്ടുള്ള ഒരു ബാല്യകാലമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആത്മാർത്ഥമായി അത് പ്രാവർത്തികമാക്കാൻ ഇക്കാലത്തോളം ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ആരും എല്ലാം തികഞ്ഞവരല്ല, നിറഞ്ഞവരല്ല. നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ എല്ലാവരിലും നന്മയുടെ വെളിച്ചമുണ്ടാകും. നമുക്കില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പഠിക്കാവുന്ന ഒരുപാട് ഗുണങ്ങൾ അവരിലൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല, അത്ര പ്രയാസകരമായ കാര്യമൊന്നുമല്ല. ആ കണ്ടെത്തുന്ന നന്മകൾ കെ രാഗേഷിനെ പ്രകീർത്തിച്ച ദിവ്യ എസ് അയ്യർക്കെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എത്തി. പിണറായി വിജയന് പാദസേവ ചെയ്യുന്ന ചില IAS മഹതികളുണ്ട്, ആ കൂട്ടത്തിലാണ് ദിവ്യ എസ് അയ്യർ എന്നും കെ മുരളീധരൻ പറഞ്ഞു. ഈ പിണറായിൻ്റെ പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ചുരുക്കം ചില. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ പോസ്റ്റിലിട്ടത്. അതിനെ ഞങ്ങൾ അത്രേ വില കൽപ്പിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സോപ്പിടുമ്പോൾ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യും, അത്രേ പറയുന്നു. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. അജീഷ്, ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അവർ പ്രതിഷേധം അറിയിച്ചതാണ്. ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് രംഗത്തെത്തുകയാണ്. ഇവർ പറയുന്നത് പോലെ നന്മയെക്കുറിച്ച് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും അവരൊരു IAS ഉദ്യോഗസ്ഥയാണ് എന്നുള്ളതുണ്ട്. മറ്റൊന്ന്, അവരുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം നിലവിൽ അത് എല്ലാം അവർ കണക്കിലെടുക്കേണ്ടതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും അവിടെ നിൽക്കുന്നു. എങ്ങനെയാണ് ഈ വിഷയത്തെ കോൺഗ്രസ് കാണുന്നത്? കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ കെ മുരളീധരൻ പ്രതികരിക്കുന്നു, മറ്റാരെങ്കിലും ഇതിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നുണ്ടോ? അനിഷ, എന്തായാലും കഴിഞ്ഞ ദിവസം ഇവരിട്ട ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, ആ പോസ്റ്റിൽ വല്ലാതെ പുലിവാലി പിടിച്ചിരിക്കുകയാണ് സാംസ്കാരിക വകുപ്പ് ഡയറക്ടറായ ദിവ്യ എസ് അയ്യർ. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു, അതായത് കർണന് പോലും കാണില്ല ഇങ്ങനെ ഒരു കവചം. അതായിരുന്നു കെ രാഗേഷ് CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ദിവ്യ എസ് ഇട്ട ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. ഈ പോസ്റ്റിനടിയിലും ഒപ്പം തന്നെ ഈ പോസ്റ്റിന് വിമർശനവുമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം വലിയ വിമർശനങ്ങൾ ഉണ്ടായത്. ആദ്യം ഈ വിമർശനങ്ങളൊക്കെ തുടക്കമിട്ടത് യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിരുന്നു. അതായത് ദിവ്യ ശമ്പളം വാങ്ങുന്നത് AKG സെൻറ്ററിൽ നിന്നല്ല എന്ന് ഓർമ്മ വേണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം. അതിന് പിന്നാലെ വല്ലാതെ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. ദിവ്യയുടെ പോസ്റ്റിന് ഷെയർ ചെയ്തുകൊണ്ടും അതിൻ്റെ അടിയിലൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അല്ലാത്തവരുമൊക്കെ ഇടതുവിരുദ്ധരുമൊക്കെ വല്ലാതെ സൈബർ ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു. പ്രധാനമായും ഇത് ആദ്യമായിട്ടല്ല ദിവ്യ ഇത്തരത്തിൽ പുലിവാലി പിടിക്കുന്നത്. മുമ്പും സമാനമായി ഈ സർക്കാരിനെ പുകഴ്ത്തിയും അതുപോലെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ച് മത്സരിക്കാൻ പോയ സമയത്ത് ആലിംഗനം ചെയ്തപ്പോഴൊക്കെ വലിയ വിമർശനത്തിന് ഇടവച്ചിരുന്നു. മാത്രമല്ല, വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന സമയത്ത് ഈ സർക്കാരിനെയും മന്ത്രി VN വാസവനെയൊക്കെ പുകഴ്ത്തിക്കൊണ്ട് MD കൂടിയായിട്ടുള്ള ദിവ്യ എസ് അയ്യർ ഇട്ട പോസ്റ്റിനെതിരെയും വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രധാനമായും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവായിട്ടുള്ള ശബരിനാഥിൻ്റെ ഭാര്യയാണ് ദിവ്യ എസ് അയ്യർ എന്ന രീതിയിലായിരുന്നു കോൺഗ്രസ്സുകാരുടെ വിമർശനം മൊത്തവും. അതുകൊണ്ട് സർക്കാരിനെ പുകഴ്ത്തിയുള്ള ദിവ്യ എസ് അയ്യറിനെതിരെ ഇത് മുമ്പും സമാനമായിട്ടുള്ള വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കോൺഗ്രസിന് കടുത്ത അമർശനമുണ്ട്. നേരത്തെയൊക്കെ ഈ അണികളായിരുന്നു ദിവ്യ എസ് അയ്യർക്കെതിരെ കൂടുതൽ രംഗത്തെത്തിയിരുന്നെങ്കിലും നേതാക്കൾ ഇതാദ്യമായിട്ടാണ് പരസ്യമായി ഒരു പ്രതികരണം നടത്തുന്നത്. അതിൽ ഏറ്റവും കടുത്ത വിമർശനം തന്നെയാണ് കെ മുരളീധരൻ നടത്തിയിട്ടുള്ളത്. അതായത് ചില IAS മഹതികളുണ്ട്, അവരെല്ലാം പിണറായി വിജയന് പാദസേവ ചെയ്യുന്നവരാണ്. അക്കൂട്ടത്തിൽപ്പെട്ട ആളാണ് ദിവ്യ എസ് അയ്യർ എന്നായിരുന്നു കെ മുരളീധരൻ്റെ വിമർശനം. മറ്റു നേതാക്കളൊന്നും ഇതുവരെയ്ക്കും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഈ വിമർശനങ്ങൾക്കൊക്കെ ഒരു വീഡിയോയിലൂടെ മറുപടി നൽകിയിട്ടുണ്ട് ദിവ്യ എസ് അയ്യർ. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: തൻ്റെ കുട്ടിക്കാലം മുതൽ ഈ നന്മകൾ കണ്ടാൽ അത് വിളിച്ചു പറയുന്ന ഒരു ശീലമാണ്, ആ ശീലം ആണ് ഇപ്പോഴും തുടരുന്നത്. എന്തായാലും കഴിഞ്ഞ 1.5 വർഷമായി തനിക്കെതിരെ നടക്കുന്ന ഈ വിമർശനങ്ങൾ തൻ്റെ ഈ പ്രകൃതം കാരണമാണ്, അതായത് നന്മ കണ്ടാൽ വിളിച്ചു പറയുന്ന ഈ പ്രകൃതം കാരണമാണ് ഉണ്ടായതെന്നാണ് ദിവ്യ എസ് അയ്യരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലെ പങ്കുവച്ച വീഡിയോയിൽ നൽകുന്ന മറുപടി.
അതാണ് ദിവ്യ എസ് അയ്യർ ഇന്നലെ കെ രാഗേഷിനെ പുകഴ്ത്തിക്കൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനുശേഷം വലിയ സൈബർ ആക്രമണം അവർ നേരിടുന്നു. ഇന്ന് മറുപടിയുമായി ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ദിവ്യ എസ് അയ്യർ രംഗത്തെത്തിയിരിക്കുന്നു. അപ്പോൾ കെ മുരളീധരന്റെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷ വിമർശനം ദിവ്യ എസ് അയ്യർക്കെതിരെ.